പിണറായി വിജയൻ പറയുന്നത് ഞാനിവിടെ പൗരത്വ നിയമം നടപ്പാക്കില്ല എന്നാണ്. ആരെങ്കിലും പിണറായി വിജയൻ്റെ അടുത്ത് പൗരത്വം ചോദിച്ചു വന്നിട്ടുണ്ടോ? പിണറായി വിജയനോട് ആരെങ്കിലും പൗരത്വം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? പിണറായി വിജയനും സംസ്ഥാന ഗവൺമെൻറ്റിനും ഇതിൽ എന്താണ് ചെയ്യാനുള്ളത്? CAA നമ്മുടെ നാട്ടിൽ നിയമമായി കഴിഞ്ഞു. പൗരത്വ നിയമ ഭേദഗതി പാസ്സായി കഴിഞ്ഞു. അത് വിജ്ഞാപനമായി. ഇനി ആർക്ക് വേണമെങ്കിലും അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ ഉള്ള മതത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട ആട്ടിയോടിക്കപ്പെട്ട ആർക്ക് വേണമെങ്കിലും ഇന്ത്യയിൽ പൗരത്വം എടുക്കാം. അതിനുള്ള അവസരമുണ്ട്. അതിനാരാണ് പിണറായി വിജയൻ അന്വേഷിച്ച് വരുന്നത്? പിണറായി വിജയൻ ഇതിൽ എന്താണുള്ളത്? പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താണ് കാര്യം? മനസ്സിലാവുന്നേ ഇല്ല. മുഖ്യമന്ത്രി വലിയ വർത്തമാനം പറയുകയാണ്, കേരളം നടപ്പാക്കില്ല. കേരളം എന്തിനാണ് നടപ്പാക്കുന്നത്? രാജ്യം നടപ്പാക്കിയ ഒരു നിയമം കേരളത്തിൽ എന്തിനാണ് പ്രത്യേകമായിട്ട് നടപ്പാക്കുന്നത്? അതൊക്കെ ജില്ലാ കലക്ടർമാർ ചെയ്തോളും. മുഖ്യമന്ത്രി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സംസ്ഥാന ഗവൺമെൻറ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കേരളത്തിലും ഇത് നടപ്പാവും. കേരളം പിണറായി വിജയന് സ്ത്രീധനമായി കിട്ടിയ സംസ്ഥാനമൊന്നുമല്ല. കേരളം പിണറായി വിജയൻ്റെ സ്വകാര്യ സ്വത്തുമല്ല. കേരളത്തിൽ രാജ്യം നിയമമാക്കിയ ഒരു കാര്യം നടപ്പാണെങ്കിൽ അത് നിയമം വഴി നടപ്പിലായിക്കോളും. പിന്നെ ഇത് മുസ്ലിങ്ങളെ വഞ്ചിക്കാനാണ്. നിങ്ങൾക്കറിയുമെന്നറിയില്ല, കൊല്ലത്ത് പിണറായി വിജയൻ, അതായത് CAA ഇന്ത്യൻ പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വന്നതിന് ശേഷം കേരളത്തിൽ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെയും മറ്റ് ഇൻഫിൽട്രേറ്റേഴ്സിനെയും പിടിച്ച് അകത്തിടാനുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പ് കൊല്ലത്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കള്ളമുണ്ടെങ്കിൽ നിങ്ങൾ പോയി അന്വേഷിക്കണം. മിസ്റ്റർ പിണറായി വിജയൻ കൊല്ലത്തൊരു പ്രത്യേക ജയിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. അനധികൃതമായിട്ടുള്ള ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ, പാകിസ്ഥാനിൽ നിന്നും മറ്റും വന്നിട്ടുള്ള ഇന്ത്യക്കാരല്ലാത്ത പൗരന്മാരെ ഇതിൻ്റെ ഭാഗമായിട്ട്, CAAയുടെ ഭാഗമായിട്ട് കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് ഇന്ത്യയിൽ ആദ്യത്തെ കോൺസെൻട്രേഷൻ ജയിൽ ഉണ്ടാക്കിയത് കേരളത്തിലാണ്, കൊല്ലം ജില്ലയിൽ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികതയോ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റോ ഉണ്ടെങ്കിൽ എല്ലാ മാധ്യമപ്രവർത്തകർക്കും പരിശോധിക്കാം. CAA നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ആദ്യമായി ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലത്തെ ഒരു ജയിൽ തുടങ്ങിയത് കേരളത്തിലാണ്. ആദ്യം CAA നടപ്പാക്കുന്ന സംസ്ഥാനം കേരളമായിരിക്കും. ഇരട്ടത്താപ്പാണോ? വല്ല വഞ്ചനയല്ലേ? 30% വരുന്ന പാവപ്പെട്ട മുസ്ലിങ്ങളെ നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കും, പൗരത്വം നിഷേധിക്കും, ഞാനിവിടെ നിങ്ങളെ സംരക്ഷിക്കും. ഇയാൾ ആരാണ്? BJPക്ക് ഏതെങ്കിലും തരത്തിൽ ഇത് സംസ്ഥാനത്ത് ഒരു ലോക്സഭ ഇലക്ഷൻ സമയത്ത് ഇത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യമല്ല. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ്, മോദിയുടെ ഗ്യാരണ്ടിയാണ്. ഞങ്ങൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങൾ നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അതിപ്പോ മാൻഡേറ്റ് നടപ്പാക്കുന്നത് സർക്കാർ, പിന്നെ പുതിയ തെരഞ്ഞെടുപ്പിന് അതായത് പിന്നെ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നത് പൂർത്തീകരിക്കുന്നതെല്ലാം ഇത് മാത്രമല്ലല്ലോ. മോദി എന്തെല്ലാം ഗ്യാരണ്ടി പൂർത്തിയാക്കുന്നു?